എൻ്റെ പേര് എഫ്രേം കുര്യൻലിയു ആൻഡ് വെൽക്കം ടു എഫ്രേംസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ആർഡുയിനോ എന്ന് പറയുക. ആർഡുയിനോ ഊണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡുയിനോ ഊണോ ആർത്തില്ല എന്നാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും പോപ്പുലർ. അതെന്ന് പറഞ്ഞൊരു മൈക്രോ കൺട്രോളറാണ്. ഇപ്പം നമ്മളതിന് എന്തെങ്കിലും പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അത് മൈക്രോ കൺട്രോളർ ചെയ്യും. ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രോഗ്രാം കൊടുത്തു ഒരു LED-നെ, അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്യും. പല പ്രൊജക്ട്സുകളൊക്കെ ഉണ്ട്. ബ്ലിങ്കിങ് LED, അൾട്രാസോണിക് സെൻസർ, LCD സ്ക്രീൻ വെച്ചിട്ട്. പിന്നെ പല ആർഡുയിനോ ഉണ്ട്. ആർഡുയിനോ ഉണോ, ആർഡുയിനോ R3, ആർഡുയിനോ ഗിഗ, വൈഫൈ, R4. പിന്നെ ഒരുപാട് പിന്നുകളുണ്ട് ഇതിന്. കണ്ട, ഇതൊക്കെ പിന്നുകളാണ്. അവിടേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യണം. GND എന്ന് പറഞ്ഞത് അവിടെ നെഗറ്റീവ്. സാധാരണ നമ്മൾ നെഗറ്റീവ് വയറുകളൊക്കെ GNDയിലേക്ക് കണക്ട് ചെയ്യും. പോസിറ്റീവ് 5 വോൾട്ട്. പിന്നെ ഇവിടെ 13, 12, 8, 7, 4, 2, 1, 0 അതൊക്കെ ഔട്ട്പുട്ട് പിന്നുകൾ. അപ്പോൾ ബാക്കി പിന്നുകളോ, ഈ വര ഉണ്ടോ, അത് ഇൻപുട്ട് പിന്നുകളാണ്. അത് വരയുള്ളത് ഇൻപുട്ട് പിന്നുകൾ. ഈ ഡിജിറ്റൽ പിന്നുകളെല്ലാം പോസിറ്റീവാണ്. പിന്നെ എന്തിനാ 5 വോൾട്ട്? ഇപ്പോൾ ഒരു LED ഉണ്ടല്ലോ, LED നമ്മൾ ബ്ലിങ്ക് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്തു. 5 വോൾട്ടിലേക്കാണെങ്കിൽ അത് ഓണായിട്ട് തന്നെ ഇരിക്കും, ഓഫ് ആവില്ല. പക്ഷെ ഇങ്ങനെ 13 പിന്നുകളിലൊക്കെ ആണെങ്കിൽ അത് ഓണാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വോൾട്ട് ഗ്രൗണ്ട് കോൺസ്റ്റൻ്റ്ലി പവർ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഒരു പ്രോഗ്രാമും ഇല്ല അതിന് പവർ കൊടുക്കില്ലെന്ന് പറയും. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ടുള്ള പ്രൊജക്ട്സാണ് ബ്ലിങ്കിങ് LED, പാറ്റേൺ LED, ബസർ, പുഷ് ബട്ടൺ LED, പുഷ് ബട്ടൺ പാറ്റേൺ LED, LCD സ്ക്രീൻ പ്രിൻറ്റ്, അൾട്രാസോണിക് സെൻസർ വിത്തൗട്ട് LCD, അൾട്രാസോണിക് സെൻസർ വിത്ത് LCD. നിങ്ങൾക്കിനി ആർഡുയിനോ ഇല്ലെങ്കിൽ ടിങ്കർ കാർഡിൽ ചെയ്യാം. അപ്പോൾ ഇനി ഇച്ചിരി നാളത്തേക്ക് ഞാൻ ഉണ്ടാവില്ല, കാരണം എനിക്ക് പരീക്ഷയൊക്കെയാണ്. എന്നാൽ ശരി, ബൈ.